കൊടുവായൂർ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊടുവായൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നെന്മാറ നിയോജകമണ്ഡലം MLA K. പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നിങ്ങളുടെ അത്യുത്സാഹത്തിൻ്റെയും കൃത്യമായ വിശ്രമമില്ലാത്ത പഠനത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഴുവൻ വിജയികൾക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കാം. നമുക്ക് ഇന്ന് പഠിക്കുന്ന കുട്ടികളെല്ലാം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് ഭാഗ്യവാന്മാരാണ്. ഇന്നിപ്പോൾ നിങ്ങളെല്ലാം വലിയ മിടുക്കന്മാരുമാണ്. ഇന്നത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് 100, 98, 97 എന്നൊക്കെയാണ് അല്ലേ? പക്ഷെ നിങ്ങളുടെ രക്ഷിതാക്കൾ പഠിക്കുമ്പോൾ 18, 28, 30 ഇതാണ് വിജയ ശതമാനം. അപ്പോൾ ഈ SSLC എന്നത് അന്നൊരു വലിയ കടമ്പയായിരുന്നു. ആ വരമ്പങ്ങണ്ട് കയറാൻ, ആ വരമ്പങ്ങണ്ട് ചാടിക്കടക്കം വലിയ പാടായിരുന്നു. കാരണം 100 പേര് പരീക്ഷ എഴുതിയാൽ 20 പേരെ ജയിക്കും. ക്ലബ്ബ് സെക്രട്ടറി G. ഗോകുൽദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് S. പ്രശാന്ത് അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കായി നവീൻ പാലക്കാട് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ക്രിക്കറ്റിന്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ഒന്ന് തിരിച്ചിട്ട് നോക്കി. യേശുദാസ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന അവസ്ഥ എന്നാലും വെച്ച് നോക്കി. ജഗദീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബാറ്റ് ചെയ്യാൻ പൊളിഞ്ഞ സച്ചിൻ സച്ചിൻ ഈ ശബ്ദം വെച്ചിട്ട് ഗംഗയെ വടിയുള്ള അവസ്ഥ വെച്ച് നോക്കി. ദുരന്തമായി പോകില്ലേ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വളരെ വിഷമത്തോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പക്ഷെ ഇത് എന്തിനാണ് ശരിക്കും പഠിക്കുന്നത്? ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, നമുക്ക് പലതരം മാർക്ക് കുറവായിരിക്കും. ഈ കുറവുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? 2 പെടാന്നിട്ട് മര്യാദയ്ക്ക് അത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടും. കൊടുവായൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുരുകദാസ്, C. പ്രേമദാസ്, K. മണികണ്ഠൻ, രവിചന്ദ്രൻ, റിട്ടയർഡ് അധ്യാപിക ലക്ഷ്മിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.